അപ്പോൾ പ്രാധാന്യമായിട്ട് നമുക്ക് പലപ്പോഴും ഒരു സംശയം തോന്നാം, ക്യാറ്റ് 21 IIMകളിലേക്കുള്ളതല്ലേ, എല്ലാവരും അതിനുവേണ്ടി പറ്റുന്നവരാണോ എന്നൊരു ചോദ്യം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം 21 IIMകൾ മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ബി സ്കൂളുകളും ക്യാറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ പാറ്റേൺ ഒരുപോലെയാണെന്ന് പറയുമ്പം നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? അതായത് ഇതിനകത്ത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്സ് ഉണ്ടാവും, ലോജിക്കൽ റീസണിങ് ഉണ്ടാകും. അപ്പം അതൊക്കെ എല്ലാം സെയിം ആയിരിക്കും? അതായത് ഡിഫിക്കൽട്ടി ലെവലിൽ വ്യത്യാസമുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഈ എക്സാമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹായ് സാർ, ഞാൻ ഈ വർഷം ഒരു MBAക്ക് ജോയിൻ ചെയ്യണം, MBA അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം എനിക്ക് പ്രധാനമായിട്ടും ഈ വർഷം എനിക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ എക്സാമിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റും? ചോദിച്ചത് MBAയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻസ്, അതിൻ്റെ സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ MBA എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രാജുവേറ്റ്സ് മാത്രമല്ല, ഇപ്പോൾ ഒരു കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്ന, ഒരു അപ്ഗ്രേഡേഷൻ ആഗ്രഹിക്കുന്ന ഏതൊരു വർക്കിംഗ് പ്രൊഫഷണൽസും വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നൊരു കോഴ്സാണ് MBA. MBAയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ടോപ്പ് ബി സ്കൂളുകളിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഫ്രൂട്ട്ഫുൾ കോഴ്സായിട്ട് മാറുന്നുള്ളൂ. നമ്മൾ 2 വർഷം മുടക്കുന്ന സമയം, നമ്മൾ ചിലവാക്കുന്ന പണം, ഇതിനൊക്കെ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ MBA നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, MBA ശരിക്കും അതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. സാധാരണ ഒരു PG അല്ല. MA, MSc, MCom എന്നൊക്കെ പറയുന്ന പോലെ ഒരു PG അല്ല, അതായത് സബ്ജക്റ്റീവ് അല്ല എന്നുള്ളതാണ്. സബ്ജക്റ്റീവ് അല്ലാത്ത ആ പ്രോഗ്രാം അതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻസ് ഏതൊക്കെയാണ്, അതാണ് ഒന്നാമത് ചോദിച്ചത്. ഇപ്പോൾ ക്യാറ്റ് പറയുന്ന MBA എൻട്രൻസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് ക്യാറ്റ് എക്സാമാണ്. കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ക്യാറ്റ്. വർഷത്തിൽ ഒരിക്കലാണ്, നവംബർ മാസത്തിലാണ് ക്യാറ്റ് ഉണ്ടാകുക. ഈ ക്യാറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നമുക്കറിയാം മാനേജ്മെൻറ്റ് പഠന മേഖലയിലെ ഏറ്റവും ഉന്നത സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് IIMs ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. IIMs എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഏക്കർ കണക്കിന് സ്ഥലമെടുത്ത് അത്രയും നാഷണൽ ഇൻ്റർനാഷണൽ ലെവൽ ഫാക്കൽറ്റിയൊക്കെ തയ്യാറാക്കി നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ 21 IIMകളാണ് നമുക്ക് നിലവിലുള്ളത്. ഇപ്പോൾ ഈ 21 IIMകളിലേക്ക് അഡ്മിഷന് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേരാണ് ക്യാറ്റ്. അപ്പോൾ വർഷത്തിലൊരിക്കലാണത്, നേരത്തെ പറഞ്ഞ പോലെ നടക്കാം, നവംബറിലാണ് ഉണ്ടാകുക. അപ്പോൾ ഒന്നാമത്തെ എൻട്രൻസ് എക്സാം ക്യാറ്റ് തന്നെയാണ്. അപ്പോൾ പ്രാധാന്യമായിട്ട് നമുക്ക് പലപ്പോഴും ഒരു സംശയം തോന്നാം, ക്യാറ്റ് 21 IIMകളിലേക്കുള്ളതല്ലേ, എല്ലാവരും അതിനുവേണ്ടി പറ്റുന്നവരാണോ എന്നൊരു ചോദ്യം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം 21 IIMകൾ മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ബി സ്കൂളുകളും ക്യാറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ടോപ്പ് ബി സ്കൂൾസ്, ഇപ്പോൾ IITs എടുക്കാം. IITs നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, മിക്ക IITകളിലും MBA ഉണ്ട്. അതിൽ നോൺ BTech സ്റ്റുഡൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ IITകളുണ്ട്, XLRI, SPJIN പോലുള്ള സ്ഥാപനങ്ങൾ, JBEMS, ഇങ്ങനെ ഒരുപാട് ടോപ്പ് ബി സ്കൂൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇതിൽ മിക്കതും തന്നെ ക്യാറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുന്നു. അതായത് സ്വന്തമായിട്ട് എക്സാം നടത്താത്ത സ്ഥാപനങ്ങളൊക്കെ തന്നെ ക്യാറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു എൻട്രൻസ് ആണ് ക്യാറ്റ്. അപ്പോൾ ക്യാറ്റ് കഴിഞ്ഞാൽ രണ്ടാമത് പ്രാധാന്യത്തോടുകൂടി നമുക്ക് കാണാവുന്ന ഒരു എൻട്രൻസ് എക്സാം സാറ്റ് ആണ്. സാറ്റ് എന്ന് പറയുന്നത് XLRI ജംഷഡ്പൂർ. XLRI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് 10 ബി സ്കൂളിലൊന്നാണ്. അപ്പോൾ ടോപ്പ് 10 എടുക്കുമ്പോൾ XLRI ഒരു 4ഓ 5ഓ സ്ഥാനത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ്. XLRI സ്വന്തമായിട്ട് നടന്ന എൻട്രൻസ് എക്സാമിൻ്റെ പേരാണ് സാറ്റ്. അപ്പോൾ നമുക്ക് പിന്നെയും സംശയം തോന്നും, അത് XLRIക്ക് വേണ്ടിയുള്ളതല്ലേ, അതിന് നമുക്ക് പറ്റുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യാറ്റ് കഴിഞ്ഞാൽ മിക്ക ബി സ്കൂളുകളും രണ്ടാമത് ഒരു ഓപ്ഷനായിട്ട് കണക്കാക്കുന്നത് സാറ്റാണ്. അതായത് അതും ഒരു കോമൺ MBA എൻട്രൻസ് എക്സാം തന്നെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ക്യാറ്റുണ്ട്, സാറ്റുണ്ട്, പിന്നെ സ്നാപ്പ് എന്ന് പറയുന്നൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. സ്നാപ്പിൻ്റെ പ്രത്യേകത, ഇന്ത്യയിൽ നമുക്കിപ്പോൾ MBA HR നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പ് 5 ബി സ്കൂൾസ് എടുക്കുകയാണെങ്കിൽ അതിലൊന്നാണ് SCM HRD, സിംബിയോസിസിൻ്റെ HR പ്രോഗ്രാം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പോൾ SCM HRD എന്ന് പറയുന്നത് സിംബിയോസിസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ സിംബിയോസിസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ SCM HRD മാത്രമല്ല കുറേയേറെ ബി സ്കൂളുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു വലിയ ക്യാമ്പസാണ്. മുംബൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, പലയിടത്തായിട്ട് അതിൻ്റെ ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ സിംബിയോസിൻ്റെ കീഴിലുള്ള ബി സ്കൂളിലേക്ക് നമുക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നമ്മൾ എഴുതേണ്ട എക്സാം ക്യാറ്റോ സാറ്റോ അല്ല, അവരുടെ സ്വന്തം എക്സാമായ സ്നാപ്പാണ്. അപ്പോൾ ക്യാറ്റുണ്ട്, സാറ്റുണ്ട്, സ്നാപ്പുണ്ട്. ഇതുപോലെ തന്നെയാണ് CMAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം. CMAT എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന എക്സാമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ് CMAT എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ
അപ്പോൾ സിമാറ്റും ഇന്ത്യയിൽ പ്രാധാന്യത്തോടുകൂടി മിക്ക ബി സ്കൂളും ആക്സെപ്റ്റ് ചെയ്യുക. IIMകളില്ല, IITകളില്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇല്ല, മറ്റുള്ള ബി സ്കൂളുകൾ പൊതുവെ സിമാറ്റ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാറ്റിനെ അപേക്ഷിച്ച് കുറച്ച് ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് പാട് കുറവാണ് എന്നുള്ളതിനാൽ കുട്ടികൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സിമാറ്റ് കാണുന്നത്. അതും വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ എൻട്രൻസ് എക്സാമിനേഷൻസും വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. ഇനിയുമുണ്ട് എൻട്രൻസ് എക്സാമിനേഷൻ. പക്ഷേ നമ്മൾ ആ ക്യാറ്റിൻ്റെ പ്രാധാന്യം വെച്ച് പറയുകയാണെങ്കിൽ ഒരു ക്യാറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഈ പറയുന്ന എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൻ്റെയൊക്കെ പാറ്റേൺ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഈ പാറ്റേൺ ഒരുപോലെയാണെന്ന് പറയുമ്പം നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? അതായത് ഇതിനകത്ത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്സ് ഉണ്ടാവും, ലോജിക്കൽ റീസണിങ് ഉണ്ടാകും. അപ്പം അതൊക്കെ എല്ലാം സെയിം ആയിരിക്കും? അതായത് ഡിഫിക്കൽട്ടി ലെവലിൽ വ്യത്യാസമുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഈ എക്സാമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇതിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഈ ക്യാറ്റിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, എന്തിനാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ മാനേജ്മെൻറ്റ് അഡ്മിഷന് വേണ്ടി നടത്തുന്നത്? ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് വരുന്ന ഒരു മാനേജ്മെൻറ്റ് ആസ്പിരൻ്റ് ആയിട്ടുള്ള ഒരാൾ, അയാളുടെ 2 ഘടകങ്ങൾ എല്ലാ ബി സ്കൂളുകൾക്കും അറിയണം. ഒന്ന് അയാളുടെ ആപ്റ്റിറ്റ്യൂഡാണ്, രണ്ടാമത്തെ അയാളുടെ ആറ്റിറ്റ്യൂഡാണ്. ആപ്റ്റിറ്റ്യൂഡ് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? നിപുണത എന്ന് പറയുന്നത് മലയാളത്തിൽ. ഏതൊരു ജോലിയിലും, അതിപ്പോൾ സിവിൽ സർവീസ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ഏതിലും ആയിക്കോട്ടെ, നമുക്കറിയാം നിപുണത അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് അറിയാനായിട്ട് 3 കാര്യങ്ങളെയാണ് ലോകം മുഴുവനായിട്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്തത്. അതിലൊന്ന് കണക്ക് കൂട്ടാൻ കഴിവുണ്ടോ എന്നുള്ളതാണ്. കണക്ക് കൂട്ടാനുള്ള കഴിവുണ്ടാകണം. ഒരു ജോലി ചെയ്യാനുള്ള കഴിവുകൾ പ്രധാനപ്പെട്ടാണ് കണക്ക് കൂട്ടാൻ കഴിവുണ്ടാകുക. അപ്പോൾ അതിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. അത് എല്ലാ എൻട്രൻസ് എക്സാമിൻ്റെയും പാർട്ടാണ്. ക്യാറ്റിൻ്റെയും എല്ലാ MBA സ്കൂൾ MBA എൻട്രൻസിൻ്റെയും പാർട്ട് തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. കണക്ക് കൂട്ടാൻ കഴിവുണ്ടോ എന്ന് പറയും. രണ്ടാമത്തേത് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. ചിന്തിക്കാനുള്ള കഴിവുണ്ടോ, നമ്മളതിന് പറയും ലോജിക്കൽ എബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറയും. അപ്പോൾ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് രണ്ടാമത്തെ ആപ്റ്റിറ്റ്യൂഡാണ്. ഇത് ജോലി ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡമാണിത്. കണക്ക് കൂട്ടാനുള്ള കഴിവുണ്ടോ, ചിന്തിക്കാനുള്ള കഴിവ്. മൂന്നാമത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിലേക്ക് ഇമെയിലുകൾ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൂടെ മറുപടി പറയേണ്ടി വരും. ഇതെല്ലാം തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിപുണതയുണ്ടോ നമ്മൾ അറിയണം. അപ്പം അതിന് നമ്മൾ വെർബൽ എബിലിറ്റി അല്ലെങ്കിൽ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് പറയാം. അപ്പോൾ ഈ 3 ആപ്റ്റിറ്റ്യൂഡുകളും ഏതൊരു ബി സ്കൂളും പരിശോധിക്കും. ആ പരിശോധിക്കുന്ന രീതിയാണ് എൻട്രൻസ് എക്സാമിനേഷനിൽ നമ്മൾ കാണുന്നത്. ഏതൊരു എൻട്രൻസ് എക്സാമിനേഷൻ്റെയും ക്യാറ്റ് ആയിക്കോട്ടെ, എക്സാറ്റ് ആയിക്കോട്ടെ, ഏതൊരു എൻട്രൻസ് എക്സാമിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഉണ്ടാകും, അഥവാ മാത്സ് ഉണ്ടാകും, ലോജിക്കൽ എബിലിറ്റി ഉണ്ടാകും, അഥവാ ചിന്തിക്കാൻ കഴിവുണ്ടോ എന്നുള്ളത് നോക്കും, വെർബൽ എബിലിറ്റി ഉണ്ടാകും, അഥവാ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം ഉണ്ടാകും. ഈ 3 പരിശോധിക്കപ്പെടും. ഇത് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ, ഇനി രണ്ടാമത് ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിലേക്ക് പോകുന്ന ആളെ സംബന്ധിച്ചോളം രണ്ടാമത് ബി സ്കൂൾ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അയാളുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ എൻട്രൻസ് എക്സാം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ്. എൻട്രൻസ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കടമ്പയുണ്ട്. അതെന്താണത്? അത് ഗ്രൂപ്പ് എക്സസൈസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ പ്രോസസ്സുകളാണ്. ഓരോ ബി സ്കൂളുകൾക്കും അത് വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിൽ നമ്മളതിനെ ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് ഇൻ്റർവ്യൂ പ്രോസസ് ആണ് പറയാറ് സാധാരണ. അപ്പോൾ ഇൻ്റർവ്യൂ പ്രോസസ്സിലൂടെ എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തിയുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ, പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് അളക്കുവാനായിട്ട് അവിടെ സാധിക്കും. അപ്പോൾ ഈ 2 ഘടകങ്ങൾ നോക്കി ക്വാളിഫൈ ചെയ്യുന്നവരെ മാത്രമേ എന്തുള്ളൂ, ഒരു നല്ല ബി സ്കൂൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 2 ഘടകങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ടഫ്നെസ് ലെവലിനെ കുറിച്ചാണ് ചോദിച്ചതെങ്കിൽ, ഏറ്റവും ടഫ്നെസ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് കുറച്ചുകൂടി അനലൈസ് ചെയ്യേണ്ടത്, നമുക്കൊരു പിന്നീടൊരു വീഡിയോയിൽ അത് കൂടുതലായിട്ട് ക്യാറ്റിനെ കുറിച്ച് നോക്കാം. അപ്പം സാധാരണ അതിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ട് നമ്മൾ പറയാറുള്ളത് ക്യാറ്റാണ്. ഏകദേശം ഇക്വലൻ്റ് ആയിട്ട് പറയാറുള്ളത് സാറ്റാണ്. പിന്നെ അതിന് താഴോട്ട് കുറച്ച് ഗ്രേഡ് കുറവാണ് ടഫ്നെസ്സിൻ്റെ കാര്യത്തിൽ സ്നാപ്പ് ആയിക്കോട്ടെ, സ്നാപ്പിൽ സ്പീഡിനാണ് പ്രാധാന്യം, സിമാറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ക്യാറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, ക്യാറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറൊരു എൻട്രൻസ് എക്സാം എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അതിവൻ ഗ്ലോബൽ ലെവലിലെ MBA എൻട്രൻസ് ആയ GMAT പോലും നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ക്യാറ്റ് എക്സാം പ്രധാനമായിട്ട് IIMകളിലേക്കാണെന്ന് പറഞ്ഞു. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്, ആ സ്കോർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ക്യാറ്റ് അല്ലെങ്കിൽ സാറ്റ്, സിമാറ്റ് ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പം, അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് എല്ലാത്തിനും വെയിറ്റേജ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ക്യാറ്റിന് 80% വെയിറ്റേജ് മാർക്ക് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് ഇക്വലൻ്റ് ആയിട്ട് സിമാറ്റിൽ ഒരാളെ കണക്കാക്കണമെങ്കിൽ അയാൾക്ക് 90% കിട്ടണം. അപ്പോൾ ക്യാറ്റ് ടഫാണെന്ന് പറയുമ്പോൾ സിമാറ്റ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണെന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇതാണ്. ക്യാറ്റിന് 80% ആണെങ്കിൽ ആ ബി സ്കൂൾ നോക്കുന്നു, മറ്റേ ആൾ ഒരു 85% ഉണ്ടെങ്കിൽ ഇയാളുടെ ഇക്വലൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല, 90% വേണം.
അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ തീർച്ചയായിട്ടും വെയിറ്റേജിൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ടാണ് അവർ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കുക. ഇപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മളൊരു പ്രധാനമായിട്ടൊരു നമ്മളൊരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ വിലയിരുത്തുക എന്നൊക്കെയുള്ള തരത്തിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് IIMs കൂടാതെ IITകളിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NITകളിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇവിടെയൊക്കെ കമ്പാരിറ്റീവ്ലി നമുക്ക് പ്ലേസ്മെൻറ്റും കാണാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് ഫീസിലും വ്യത്യാസം, നമ്മൾ കൊടുക്കുന്ന ഫീസിലും വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റിട്ടേൺ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് IIM തന്നെയാണോ എപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ, അതോ ഈ പറയുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അപ്പോൾ IIMനേക്കാൾ ബെറ്ററായിട്ട് നമ്മൾ പറയാവുന്നത് FMS ആണ്, ഫാക്കൽറ്റി ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഡൽഹി യൂണിവേഴ്സിറ്റി. FMSലെ ഫീ ഏകദേശം 2 ലക്ഷം രൂപയായി വരുന്നുള്ളൂ. വെറാസ് IIM അഹമ്മദാബാദിന് തുല്യമായ പ്ലേസ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ IIM അഹമ്മദാബാദിൽ പഠിക്കുന്നതും FMSൽ പഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങൾ IIM അഹമ്മദാബാദിൽ അതുപോലെ ഉണ്ട്. വെറാസ് FMSൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം സംഭവിക്കുന്നത് അയാളുടെ അല്ലെങ്കിൽ അയാൾ പഠിക്കുന്ന ടീമിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസിലും മറ്റും അവർ മുന്നിട്ടിറങ്ങേണ്ട രീതിയിൽ തന്നെ. അപ്പോൾ അത് നല്ലതാണ്, കാരണം അവർക്കൊരു മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടുക. അങ്ങനെ രീതിയിലേക്ക് പോകുന്നു. പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളിലെല്ലാം ആ പറയുന്ന IIM അഹമ്മദാബാദ് മുന്നിലാണ്. അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ IIM അഹമ്മദാബാദിലേക്ക് പോകാം, അല്ലെങ്കിൽ FMSലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ വരുന്നൊരു വ്യത്യാസം എന്ന് പറയും. FMS മാത്രമല്ല, ഫീസ് കുറഞ്ഞ ധാരാളം ബി സ്കൂളുകൾ ഇങ്ങനെ തന്നെ ലെവലുണ്ട്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പറയുന്നുണ്ടല്ലോ, FMS അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ TIS പറയുകയാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പറയുകയാണ്, അല്ലെങ്കിൽ JBMS ജവഹർലാൽ ബജാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പറയുകയാണ്. പല IITകളും പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫീ വളരെ കുറവാണ്. അപ് ടു 10 lakh വരെ IITകളുടെ ഫീ വരുന്നുള്ളൂ. പല IITകളിലും 4 ലക്ഷം രൂപ ഫീ വരുന്നുള്ളൂ. അപ്പോൾ ഫീയുടെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും നോക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ക്യാറ്റ് ഉപയോഗിച്ച് തന്നെ ഈ ബി സ്കൂളിൽ അപ്ലൈ ചെയ്ത് പോകാൻ സാധിക്കും. അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങളിലും ഒരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട അതുപോലുള്ള IIMകൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ എക്സാം പാറ്റേണിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഈ ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ BTech കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അവരിതിൽ പെട്ടെന്ന് സ്കോർ ചെയ്യും ബാക്കിയുള്ള കുട്ടികളെയൊക്കെ. അതായത് ഇപ്പം നമുക്ക് ഒരു MBAയുടെ ക്വാളിഫിക്കേഷനായിട്ട് നമുക്കിപ്പം BA മലയാളം പഠിച്ചൊരു കുട്ടിക്ക് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ന്യൂമറിക്കൽ സ്കിൽസ് ചിലപ്പം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു എങ്ങനെയാണ് അതൊരു നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റുക? ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രധാന അടിസ്ഥാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവേ കുട്ടികൾക്കെല്ലാം ഭയമുള്ള ഏരിയ ക്വാണ്ടിറ്റേറ്റീവിലിറ്റി ആൻഡ് മാത്സാണ്. പക്ഷെ നമ്മളറിയണം ക്യാറ്റിന് ഇമ്പോർട്ടൻസ് ഒരുപോലെ തന്നെയുണ്ട് ഇംഗ്ലീഷിനും അതുപോലെ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ റിസർച്ചിനും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ക്വാണ്ടിന് പ്രാധാന്യം ഈ പറയുന്ന പോലെ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നൊരു ചിത്രമാണ് എന്താണ്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ക്വാണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ മറുചിത്രം കൂടി നമ്മൾ നോക്കണം. അവർ പലപ്പോഴും ഇംഗ്ലീഷ് എന്നതിൽ സ്കോർ ചെയ്യുന്നതിന് വീക്കായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു സെഷൻ എല്ലാ കുട്ടികൾക്കും എളുപ്പമായിരിക്കും. ചിലപ്പോൾ 2 സെഷൻ എളുപ്പമായി എന്ന് വന്നിരിക്കാം, പക്ഷേ ഒരു സെഷൻ ഒരു വീക്കായിരിക്കും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊരു മറ്റൊരു BA ബാക്ക്ഗ്രൗണ്ട് വരുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഒരു BCom ബാക്ക്ഗ്രൗണ്ട് വരുന്ന കുട്ടിയോ അയാൾ ചെയ്തു തുടങ്ങുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നുള്ളൂ. ചിലപ്പോൾ അയാൾക്ക് അത് ക്വാണ്ട് എളുപ്പമായി എന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ ഇംഗ്ലീഷ് നല്ല സ്കോർ ചെയ്യും. വേറെ BTech ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആൾ ചിലപ്പോൾ ഇംഗ്ലീഷ് സ്കോർ ചെയ്തില്ല എന്ന് വരാം. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു പാർഷ്യാലിറ്റിയുടെ പ്രശ്നം അവിടെ ശരിക്കും വരുന്നില്ല. നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നു അനുസരിച്ചായിരിക്കും. അപ്പോൾ നമുക്കൊരു ഏരിയ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഏതാണ് നമുക്ക് പാടുള്ളത് അതിൽ കട്ട് ഓഫ് മാർക്ക് കടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. മാത്രമല്ല, ഈ ചോദിച്ചൊരു ചോദ്യമുണ്ട്, BTech സ്റ്റുഡൻസ് കൂടുതലായിട്ട് ക്യാറ്റ് IIMലേക്കും മറ്റും പോകുന്നു എന്നുള്ള ഒരു കാര്യം. അത് മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്ന സിറ്റുവേഷൻ. ഒരു IIMകളിലൊക്കെ ഒരു ബാച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 90% സ്റ്റുഡൻസും BTech സ്റ്റുഡൻസ് ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമുണ്ടായി IIMകളിൽ. കാരണം മറ്റൊന്നുമല്ല, ക്ലാസ്സിൽ ഒരു അക്കാഡമിക് ഡൈവേഴ്സിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ IIMകൾക്ക് മാത്രമല്ല, ഗ്ലോബൽ ലെവലിൽ ബി സ്കൂളുകൾക്ക് മാർക്ക് ഇടുമ്പോൾ പ്രാധാന്യത്തോടു കൂടി കാണുന്ന 3 കാര്യങ്ങളുണ്ട്. അത് ഇന്ത്യയിലെ ബി സ്കൂൾ പലപ്പോഴും പുറകിലായി പോകുന്നതിൻ്റെ കാരണം അതാണ്. ഇനി ഗ്ലോബൽ ലെവലിലെ മാർക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇന്ത്യയിൽ IIM അഹമ്മദാബാദ് അല്ലെങ്കിൽ കൽക്കട്ട, ബാംഗ്ലൂരൊക്കെ വരുന്നത് ഒരു 40കളിലൊക്കെയാണ്. അപ്പോൾ ടോപ്പ് 10ൽ പോലും വരുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ മാനദണ്ഡമാക്കുന്ന 3 ഘടകങ്ങൾ നമ്മളിവിടെ മിസ്സിംഗ് ആണെന്ന് പറയുന്നില്ല, ആയിരുന്നു. ഇപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവർ ടോപ്പ് ബി സ്കൂളുകൾക്ക് മാർക്ക് ഇടുമ്പോൾ പ്രാധാന്യത്തോട് കാണുന്ന ഒന്നാണ് അക്കാഡമിക് ഡൈവേഴ്സിറ്റി. അതായത് ഒരു ക്ലാസ്സിൽ 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെല്ലാം പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നുള്ളതാകുവാനായിട്ട് എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു 90% സ്റ്റുഡൻസും BTech സ്റ്റുഡൻസും മാത്രമാണെങ്കിൽ എന്താ സംഭവിക്കുക ആ ക്ലാസ്സിൽ? ഇപ്പോൾ നമ്മൾ കൊറോണ കണ്ടു അല്ലേ, വലിയൊരു മഹാമാരിയായിട്ട് ഇവിടെ വന്നു.
ഈ കൊറോണ സംബന്ധിച്ചുള്ള ഒരു ബിസിനസ്സിൽ അതെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നൊരു ഡിസ്കഷൻ ആ ക്ലാസ്സിൽ നടക്കുകയാണെന്നിരിക്കട്ടെ. ഒരു 90% ബിടെക് സ്റ്റുഡൻസ് ആണ് എന്ത് സംഭവിക്കും, അവർക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ആ ഒരു സൈഡ് മാത്രമേ അവർ സംസാരിക്കത്തുള്ളൂ, അതിനപ്പുറം പറയാൻ അവർക്കാവില്ല. പ്ലസ് ആ ക്ലാസ്സിൽ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടെന്നിരിക്കട്ടെ. അവർക്ക് എന്ത് സാധിക്കും, അവർക്ക് ഇതിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഇൻ ഡീപ്പായിട്ട് സംസാരിക്കാൻ സാധിക്കും. അവിടെ ഒരു CA അല്ലെങ്കിൽ BCom സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ കൊമേഴ്സ്യൽ എഫക്റ്റ് അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് പറയാനായിട്ട് സാധിച്ചേക്കാം. അപ്പം ഇങ്ങനെ പല അഭിപ്രായങ്ങൾ, അവരുടെ പല തലച്ചോറുകളിൽ നിന്ന് വരുന്ന, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുള്ളൂ ആ ക്ലാസ് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരേ ശബ്ദം മാത്രമായിട്ടത് മാറുകയും ചെയ്യും. ഈ ഒരു ഘടകമാണ് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ബി സ്കൂളുകൾക്ക് മാർക്ക് ഇടുമ്പോൾ അവർ വളരെ പ്രാധാന്യത്തോട് കാണുന്ന അക്കാഡമിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് IIMകൾ നോൺ BTech സ്റ്റുഡൻസിന് എക്സ്ട്രാ മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്തിന്? അവർ കൂടുതലായിട്ട് വരാനായിട്ട്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു ഡൈവേഴ്സിറ്റിയാണ് ജെൻഡർ ഡൈവേഴ്സിറ്റി. ഈ പറയുന്ന IIMകളടക്കം ഉള്ള ബി സ്കൂളുകളിൽ ഗേൾസ് സ്റ്റുഡൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അവരുടെ ചിന്താധാര പുരുഷൻ്റെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ചിന്താധാരയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അവരും വരണം. കാരണം നമുക്കറിയാം ഇന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി വലിയ വലിയ കമ്പനികളിൽ ഡയറക്ടർ ബോർഡുകളിലേക്കൊക്കെ സ്ത്രീകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ചിന്തകൾ കൂടി ബിസിനസ്സിലേക്ക് വരണമെന്നുള്ള ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ അവരും ക്ലാസ്സിൽ വരണമെന്ന ഉദ്ദേശത്തിൽ അവർക്ക് എക്സ്ട്രാ വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അത് ജെൻഡർ ഡൈവേഴ്സിറ്റി എൻഷുർ ചെയ്യണം. അപ്പോൾ അക്കാഡമിക് ഡൈവേഴ്സിറ്റി ഇസ് ദർ, ജെൻഡർ ഡൈവേഴ്സിറ്റി ഇസ് ദർ. ഇനി അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. പല കൾച്ചറിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആ ക്ലാസ്സിൽ ഉണ്ടാവണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഗ്ലോബലായി മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമുക്ക് പല രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും നമ്മൾ അറിയണം. മൾട്ടിനാഷണൽ കമ്പനികളുടെ കാലമാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ USA ബി സ്കൂളുകളായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇന്ത്യക്കാർക്ക് 1-2 സീറ്റ് റിസർവ്ഡ് ആണെന്ന് പറയാം. അങ്ങനെ പറയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാര്യം, അവർക്ക് അവരുടെ ക്ലാസ്സിൽ ഒരു ഇന്ത്യക്കാരൻ വേണം, ഒരു ചൈനക്കാരി വേണം, ഒരു ഓസ്ട്രേലിയക്കാരൻ വേണം, ഒരു ആഫ്രിക്കക്കാരൻ വേണം. ഇതൊക്കെ അവർക്ക് നിർബന്ധമാണ്. എങ്കിലേ എന്തുള്ളൂ ആ ക്ലാസ് ഒരു ലോകത്തിൻ്റെ പരിച്ഛേദമായിട്ട് മാറത്തുള്ളൂ. അപ്പോഴേ ആ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് 2 വർഷം അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അത് തന്നെ ഇന്ത്യയിലും IIMകളടക്കം നോക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ ക്ലാസ് റൂം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അക്കാഡമിക് ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ജെൻഡർ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഈ നോൺ BTech സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അനുകൂല ഘടകങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ധാരാളം നോൺ BTech സ്റ്റുഡൻസ് IIMകളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വർക്ക് എക്സ്പീരിയൻസ്, അതായത് ഞാനിപ്പം എൻ്റെ കോഴ്സ് കഴിഞ്ഞ് UG കഴിഞ്ഞപാട് ഞാനൊരു MBAക്ക് പോകുന്നതാണോ, അതല്ലെങ്കിൽ ഞാൻ 1-2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ MBAക്ക് പോകുന്നതാണോ, അങ്ങനെയുള്ളൊരു സാധാരണ നമ്മൾ ചെയ്യുന്ന കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു വർക്ക് എക്സ്പീരിയൻസോടുകൂടി MBAക്ക് പോകുന്നതായിരിക്കും എപ്പോഴും ഒരു ബെനിഫിറ്റ് എന്നൊക്കെയാണ് ഉള്ളത്. അത് യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട്? ശരിക്കും MBA എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഗ്ലോബൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫോർ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ്. അതങ്ങനെ തന്നെയാണ്. എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആണ് MBA ചെയ്യേണ്ടത്. ഫ്രഷ് കാൻഡിഡേറ്റ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം MBAക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 to 5 years എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാത്തവരെന്ത് ചെയ്യും, ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരെന്ത് ചെയ്യും, അവർക്കായിട്ടുള്ളതാണ് MIM പ്രോഗ്രാംസ്, മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ MSc ഇൻ ഫിനാൻസ്, MSc ഇൻ മാർക്കറ്റിംഗ്, ഇങ്ങനെ വാലുള്ള പ്രോഗ്രാമുകൾ. ദേ ആർ ആൾ ജൂനിയർ MBS. അപ്പോൾ അതാണ് ആർക്ക് വേണ്ടിയുള്ളത്, ഫ്രഷേഴ്സിന് ഇൻ്റർനാഷണൽ ലെവലിലുള്ളത്. ഇന്ത്യയിൽ മാത്രമേ എന്തുള്ളൂ, ഫ്രഷേഴ്സിന് MBA ചെയ്യാമെന്നുള്ളൊരു അവസരമുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ളതിനേക്കാൾ ഉപരി ഫ്രഷേഴ്സിനെ എടുക്കുന്നുള്ളൂ. പക്ഷേ അവിടെയും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു മിനിമം 3 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് IIM അടക്കമുള്ള സ്ഥാപനങ്ങളിൽ MBA ചെയ്യുന്നതിന് വെയിറ്റേജ് മാർക്ക് ഉണ്ടതായി. എന്തുകൊണ്ട് വർക്ക് എക്സ്പീരിയൻസോടുകൂടി വരുന്നത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വർഷം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനി എന്താണ്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി എന്താണ്, ആ കമ്പനിയിൽ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഇതൊക്കെ തമ്മിൽ എങ്ങനെ ഇൻട്രാക്ഷൻ നടക്കുന്നു, ഇതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ MBAയുടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ആൾറെഡി മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളതിലേക്കാണ്, സ്പെഷ്യലൈസേഷൻ്റെ ആവശ്യമില്ല ഉള്ളൂ എന്നുള്ളതിലേക്കാണ് പിന്നീട് പോകുന്നത്. അത് അവർക്കൊരുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് എക്സ്പീരിയൻസോടുകൂടി വരുന്നതല്ലേ നല്ലതെന്നൊരു ചോദ്യം വരുന്നത്. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് ഇങ്ങനെ ചെയ്യാൻ ഒരു അവസരമുള്ളപ്പോൾ നമ്മൾ എന്തിനത് നഷ്ടപ്പെടുത്തണം? കാരണം 2 വർഷം കഴിഞ്ഞ് നമ്മൾ MBA ചെയ്യുന്നു, പിന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി ഒരാൾ ഫ്രഷറായിട്ട് വന്ന് കയറിയിട്ട് 2 വർഷം കഴിഞ്ഞ് അയാൾ ഇറങ്ങുമ്പോഴുള്ള സാലറിയും ഏകദേശം തുല്യം തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ സാഹചര്യത്തിൽ എപ്പോഴും ഈ അനുകൂല ഘടകം ഫ്രഷേഴ്സ് ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ ഇന്ത്യയിലെ ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഇപ്പം നാട്ടിലെല്ലാവരും കാണുന്നത് വെച്ചാൽ എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ്.
ഫോറിൻ കൺട്രീസിൽ പോയിട്ടാണ് നമ്മുടെ ഹയർ സ്റ്റഡീസ് നടത്തുന്നത്. അപ്പം അവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ക്യാറ്റ് എക്സാമിനൊക്കെ പറഞ്ഞ പോലെ അത്രയും ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ അത്രയും കോമ്പറ്റീഷൻ നമുക്ക് അവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് കയറാൻ വേണ്ടിയില്ല. ആകെ ഒരു ഫീസിൻ്റെയാണ് നമുക്ക് ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ആ രണ്ട് MBAകൾ തമ്മിൽ അത് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? MBA ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, MBA എന്ന് പറയുന്ന ആ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ 2 ഘടകങ്ങൾ പ്രധാനമായിട്ട് അവർ നോക്കും. ഒന്ന് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കണം, ആറ്റിറ്റ്യൂഡ് നോക്കണം. അതായത് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായേ പറ്റൂ. അങ്ങനെയാണ് എന്താണ് നല്ല ബി സ്കൂളുകളൊക്കെ അഡ്മിഷൻ നടത്തുക. അപ്പം നമ്മുടെ ഇപ്പോൾ ചുറ്റുപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MBA അഡ്മിഷന് വേണ്ടി കൺസൾട്ടൻസീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ തരിക, പണം തരിക, വന്നേക്കാനാണ് പറയും. അങ്ങനെ നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യത്തിലേക്ക് ചെല്ലുമായിരിക്കാം, അതിന് വലിയ കെട്ടും മട്ടും ഒക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ ചെല്ലുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ യാതൊരു പെയിനും എടുക്കാതെ ഒരു ബി സ്കൂളിലേക്ക് ചെല്ലുന്നു, 2 വർഷം അവിടെ പഠിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. കാരണം നമുക്ക് അവിടെ ഒരു PR കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവിടെ പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം നമ്മൾ പിന്നീടാണ്. അതൊരു പ്ലേസ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ യൂറോപ്പ് അടക്കം പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മൾ വിദേശ പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയുള്ള റൂട്ട് മാത്രമേ എന്തുള്ളൂ ക്ലിയർ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം പെയിൻ എടുക്കുക, പിന്നീട് ജീവിതം ആസ്വദിക്കുക. അല്ലാണ്ട് ആദ്യം ജീവിതം ആസ്വദിച്ചിട്ട് പിന്നീട് പെയിൻ എടുക്കാൻ പോകുന്നതുകൊണ്ട് പിന്നെയുള്ള 25 വർഷം നമ്മുടെ കരിയർ അവിടെ നഷ്ടമാകുകയാണ്. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ MBAക്ക് പോകുകയാണെങ്കിൽ ടോപ്പ് ബി സ്കൂളുകളിലെല്ലാം തന്നെ ഒന്നുകിൽ GMAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിൻ്റെ സ്കോർ, അല്ലെങ്കിൽ GRE എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിൻ്റെ സ്കോർ പരിശോധിക്കും. ഇത് മാത്രമല്ല അവർ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റായ IELTS അല്ലെങ്കിൽ TOEFL പോലുള്ള എക്സാമിനേഷൻ നോക്കാറുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണെങ്കിൽ നോക്കാറുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചു വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്കത് പ്രശ്നമായിട്ട് വരുന്നില്ല ചില സ്ഥാപനങ്ങൾ. അപ്പോൾ TOEFL അല്ലെങ്കിൽ IELTS പുറകെ വേണ്ടി വരും. ഇത് കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത് നമ്മളൊരു essay കൊടുക്കണം. ഞാൻ എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുന്നു, ഞാൻ ഇതിന് ശേഷം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെ നമ്മളെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ കൊടുക്കുന്ന ഒരു essay കൊടുക്കണം. ഇങ്ങനെ കുറേ പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ലൊരു ബി സ്കൂളിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്ലേസ്മെൻറ്റോട് വിദേശത്ത് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കരുതണം. അല്ലാതെ പെട്ടെന്നൊരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ GRE GMAT എന്ന് പറയുന്ന വിദേശ സർവകലാശാല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് വലിയൊരു ആപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ MBA എക്സാമുമായി ബന്ധപ്പെട്ട് കേട്ടുവരുന്ന കുറേ സംശയങ്ങളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. അതുപോലെ ഇനി നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വർഷത്തെ ക്യാറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എൻട്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു.